ചെയ്യാനാ ഞാൻ ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടിട്ട്. മങ്കി ഓക്കെ മങ്കി കയറാം. ഡിസ്കോഡ് പോരാ. ഡിസ്കോഡ് ഞാൻ എപ്പോ ഇങ്ങനെ ഡിസ്കോഡ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ എന്തെല്ലോ കാര്യത്തിലാണെന്നടാ. പഴയ ഫോട്ടോ ഇതവിടെ ചാൽവീച്ചല്ല ഇത് മീങ്ങുന്ന് വെച്ച് മുത്തേ നല്ലൊരു കാലല്ലേ സമീറ. സപ്പോർട്ട് ചെയ്യുമ്പോ ഹംഗ്രി ട്രക്കർ എടാ എല്ലാരും ഹംഗ്രി ട്രക്കർ ട്രക്കറിന്റെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പേജ് നോക്കിയിട്ട് പറഞ്ഞു എല്ലാവരും ഹംഗ്രി ട്രക്കറിന്റെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടോ. ആ ഒരു പറഞ്ഞ ഒരു വാക്കുണ്ടത് 1 മില്യൺ യൂട്യൂബിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലൈവ് സ്ട്രീമിംഗിൽ കോടികൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തി വെറും 1500. എടാ നിങ്ങൾ പലരും ഞാൻ മാസം കോടികൾ സമ്പാദിക്കുന്നെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എടാ ഇതെല്ലാം വലിയൊരു കാല ഇതിലാന്ന് കോൺട്രാക്ട് എന്നെല്ലാം പറഞ്ഞാൽ കുറെ കാല എന്താ പറയാ ടൈം പീരീഡിലാണ് ഈ 1 കോടിന്റെ ഡീലല്ല. മനസ്സിലായി? ഞാൻ റൂട്ടറിന്റെ കോൺട്രാക്ട് 1 കോടിന്റെ ഡീല് സൈൻ ചെയ്ത് പറഞ്ഞപ്പോൾ ഇവര് വിചാരിക്കുന്ന മാസം ഞങ്ങൾക്ക് 1 കോടി കിട്ടുന്നതാണ്. മുത്തേ അതെല്ലാം ഒരു ടൈം പീരീഡിലേക്കുള്ള ഡീല് കോൺട്രാക്ട് ആണ്. അതാണെങ്കിൽ മിക്കവാറും അത് ക്യാൻസൽ ആയി പോകും. ഞാൻ അത് ഈ മാസം സ്ട്രീം ചെയ്യില്ല, കഴിഞ്ഞ മാസം സ്ട്രീം ചെയ്യില്ല, ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. മിക്കവാറും ക്യാൻസൽ ആയി പോകില്ല. അവരെപ്പം പ്രഷർ ചെയ്യുന്നുണ്ട്, ലൈവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മളെ വാച്ചിങ് കുറച്ച് കൂടിക്കൊണ്ട് ഇവർ നല്ല പ്രഷർ ഇടുന്നുണ്ട്. കാരണം ഞാൻ കാര്യം പറട്ടെ, മുന്നത്തെ വാച്ചിങ് വെച്ചിട്ടാണ് അവര് 1 CR ഡീല് പറഞ്ഞത്. മനസ്സിലാ? ഇപ്പത്തെ വാച്ചിങ് വെച്ച് ഞാനൊന്ന് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കുടിലൻ ഡീൽ എനിക്ക് പിടിക്കാം. പക്ഷെ എന്താ പ്രശ്നം അറിയാം, ഡീല് പിടിക്കാന്ന് വെച്ചാൽ കുറേ ആൾ തെറി വിളിക്കുന്നുണ്ടാ. ഈ റൂട്ടറിൽ കുറേ ആഡ് വരുന്നതുകൊണ്ട് കുറേ ഇപ്പം യൂട്യൂബിലാകുമ്പോൾ ഞാൻ മോണിറ്റൈസേഷൻ ഓഫാക്കി സ്ട്രീം ചെയ്യുന്നതുകൊണ്ട് ആർക്കും പരസ്യം കാണേണ്ടി വരുന്നില്ല. പക്ഷെ റൂട്ടറിൽ കുറേ പരസ്യം വരും. അത് കണ്ടിട്ട് കുറേ ആൾ വന്ന് തെറി വിളിക്കുന്നുണ്ട്, നല്ല തെറി വിളിക്കുന്നുണ്ട്. മനസ്സിലായി? അതാണ് ഞാൻ പിന്നെ പോവാത്തത്. നമുക്ക് നോക്കാം എന്തായാലും. സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഹംഗ്രി ട്രക്കറിന്റെ പേജ് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലെത്തും കേട്ടോ. ആരാണത്? തൊപ്പിയുടെ ഒറ്റ വാക്കാണ് 350 ഫോളോവേഴ്സിൽ നിന്നും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 10,000 ഫോളോവേഴ്സ് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എനിക്ക് പകരം 10,000 ഫോളോവേഴ്സ് ഇതെപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞേ ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും തരാനുള്ള ഉദ്ദേശമുണ്ട്. അതെന്താണെന്നല്ലേ, ഐക്യൂന്റെ ഒരു ബ്രാൻഡ് ന്യൂ ഗെയിമിംഗ് ഫോൺ ആണ് കേട്ടോ നിങ്ങളുടെ ഗിഫ്റ്റ് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്ത് സംഭവം? ഇവരാരാന്ന് എനിക്കറിയില്ല. ഞാനിതപ്പോ പറഞ്ഞേ എല്ലാരും മങ്കി എന്നിട്ട് സ്പാം ചെയ്താ. മങ്കിയുടെ റായ്സ്റ്റാർ എന്താ? റായ്സ്റ്റാർ വന്നോ? റായ്സ്റ്റാർ സൂപ്പർ ചാറ്റ് ചെയ്തോ? ബ്രോ ലൈവ് തുടങ്ങി 3 years ജാസി മുനു ആദിൽ കെ നിൽക്കുവാണല്ലോ. അവരെ എഫേർട്ട് W. എടി ഇവരെന്തിനാ എനക്കറിയില്ല, ഇവരെന്തിനാ അവിടെ നിൽക്കുന്ന എനക്കറിയില്ല. എന്തിനാ നിൽക്കുന്നത്? എന്നാ പിന്നെ ഇരുന്നൂടെ? കളറാക്കാനാ ലൈവ്? ഞാൻ ആദിലൊരു കാര്യം ചോദിക്കട്ടെ. ആദിൽ ലൈവ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര 2-3 മണിക്കൂറായി. ഈ 3 മണിക്കൂറായിട്ട് ആദില് ആകെ സംസാരിച്ചത് ഈ 3 വാക്കുകളാണ്. റായ്സ്റ്റാർ ഇതെന്താ? റായ്സ്റ്റാറിന് സ്പാം ചെയ്യുന്നത്? റായ്സ്റ്റാർ വന്നോ ഇതില്? ചാറ്റ് നമുക്ക് മങ്കി കയറാം എന്തായാലും. എനിവേസ് കമോൺ കുറെ സമയം മങ്കി പറയും. മങ്കി ഡെയിലി കയറുന്നല്ലോ, വേറെ എന്തെങ്കിലും കയറാം. ലൊട്ടെ കയറുന്നോ? W സ്വന്തമായിട്ട് സൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വേറെ സ്ഥലത്ത് തോന്നല്ലേ ഒരു മിനിറ്റാ. പക്ഷെ ഇതിൽ നമുക്ക് നല്ല കിട്ടുന്നില്ല. യോ ഇതാണ് ലൊട്ടേന്റെ പ്രശ്നം. ബ്ലാക്ക് സ്ക്രീൻസ് നിങ്ങൾ കാരണമാണ് ഞാൻ ലൊട്ടയിൽ കയറാത്തത്. നിങ്ങൾ മനസ്സിലാക്കോ കേട്ടോ. ഈ മുഖം കാണിക്കാണ്ടിരിക്കുന്നവന്മാരുണ്ടല്ലോ, നിന്നെ പോലത്തെ ഉള്ളവന്മാർ കാരണമാണ് നമ്മൾ ലൊട്ടയിൽ ഇപ്പൊ കയറാത്തത്. ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സൈറ്റാണത്. ഏതോ സൽമാൻ മുഖം കാണിക്കുന്ന ആരോ അതെന്താടാ? ഇതില് ബഗ്ഗാടാ. അല്ല ഇത് ഓൺ സ്കിപ്പ് ചെയ്താലേ ഇത് ബഗ്ഗാ. ഇതില് ബഗ് ഉണ്ട്. ഓട്ടോമാറ്റിക് സ്കിപ്പ് ആയി പോകുന്നൊരു സംഭവം. ഞാൻ വിചാരിച്ചു എന്റെ സ്വന്തം സൈറ്റിൽ നിനക്ക് തന്നെ വിധി.
അടുത്തത് റായ് സ്റ്റാർ ഇതെന്താടാ റായ് യോ വാട്സ്ആപ്പ് മാൻ വാട്സ്ആപ്പ് അത് സ്കിപ്പ് ചെയ്തത് അത് കളിയാ അത് അറിഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്തത് ഇത് നിന്റെ നീയല്ലേ നിന്റെ മുതലാളി. എടാ എന്റെ സ്വന്തം സൈറ്റിൽ എന്താ എനിക്ക് ഹായ് തൊപ്പി. ഇതെന്താ അപമാനം എല്ലാവരും ഹായ് ഹായ്. ഇതെന്താ? ദേ തൊപ്പിടെ. അതെന്താ കായടാ? ഹലോ ഹലോ. ഹലോ ബ്രോ. എന്തല്ല ദേ ഫോണില്. ഏ ഹലോ. കേക്ക് പറ കേക്കുന്നില്ലേ ഞാൻ പറയുന്നത് കേക്കുന്നില്ലേ കേക്കാണ്ട്. ആ കുറച്ച് ചിപ്സ്. എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവാ. എന്താന്ന് യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞോ. ഇതെന്താ ഓട്ടോ സ്കിപ്പ് എടാ ഓട്ടോ സ്കിപ്പാന്ന് പറയുന്നത് ഇതാരോണ്ടെന്ന് ഒരാളെ ഓരോന്ന് തിന്നാൻ കൊണ്ടു എനിക്ക് പോയെന്നാ എന്താ മുഖം കാണിക്കുമോനെ ഇതെന്താ ക്യാമറ ഓണാക്കി വെച്ചാൽ നമ്മളെ ലൈവിനെ നമുക്ക് കാണിച്ചു തരുന്നു നമുക്ക് ഇത് മങ്കി തന്നെ കയറാൻ നോക്കും ഗൈസ് ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയാം ലൊട്ടയില് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തവർ കയറണ്ട ബ്ലാക്ക് സ്ക്രീൻ ആക്കാനാണ് യോ എന്താ അവസ്ഥ ഓ ലൈവ് കണ്ടിട്ടില്ലേ ലൈവ് കണ്ടിട്ട് പറയാ ആ ഫസ്റ്റ് തന്നെ എനിക്ക് വന്നത് സ്ഥിരം യൂസർ അല്ല ആണ് ആ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ കാര്യങ്ങൾ ലൊട്ടയില് ആ പക്ഷെ മുഖം കാണിക്കുന്നില്ലല്ലോ ആൾക്കാർ അത് ഒരു വലിയ പ്രശ്നമല്ലേ ഈ ബ്ലാക്ക് സ്ക്രീൻ ഇട്ടിട്ട് വരുന്നവരെ ബാൻ ചെയ്താലോ ബ്ലാക്ക് സ്ക്രീൻ ഇടുന്നവരെ കൈ വറയോ ചിപ്സ് വേണോ? കൈ വറണ്ടെങ്കിൽ ഒന്നുമില്ല വേറെ സംഭവം ഞാൻ പറയാൻ തെറിയായി പോകും എന്ത് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞത് കയ്യോറുണ്ടെങ്കിൽ അപ്പുറത്തെ കൈ കൂട്ടി പിടിച്ചാ മതി. കൈ പിടിച്ചാ മതി. സ്ട്രീം ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ തിന്നാനുള്ള സാധനം കൊണ്ടല്ല കാര്യം പറയാം പിന്നെ തിന്നല് മാത്രമാവും കാര്യം പറയാം ശരിയാ. അയ്യോ ഈ ജാസി തന്നെയല്ലേ നമ്മളെ ഏറ്റവും വലിയ വിഷം ഇടുള്ള നീയാടെ വിഷം എനിക്ക് ഇപ്പൊ മനസ്സിലായി എടാ ഒഴിവാക്കണം മതിയടാ മതി. തുന്നി നിൽക്കാൻ വേണ്ടി അതായത് ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കും തിന്നുകൊണ്ട് നിൽക്കേണ്ടി വരും അത് പ്രശ്നം. തിന്നീർക്കാം. എല്ലാം കൂടെ പൊടിച്ച് വായിക്കണം. പൊടിച്ചിട്ട് പൗഡർ ആക്കിയിട്ട് പോകാം. അത് ഈസിയാ. അങ്ങനെ ഓരാട്ടോ ആരും വരാത്തേ. ഇതെന്താ? റാസ്റ്റാർ ഇതെന്തിനാ റാസ്റ്റാർ എന്നൊരു സ്പാം ചെയ്യുന്ന മങ്കി എന്നാ പിന്നെ മങ്കി കയറേണ്ടി വരും. എൻ്റെ സ്വന്തം സൈറ്റ് അല്ലാടാ ഞാൻ കുറച്ചെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കണ്ട ഞാൻ കുറച്ചെങ്കിലും വെയിറ്റ് ചെയ്യുന്ന ആരും വരാൻ കുറെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നതാ ഈ ബ്ലാക്ക് സ്ക്രീൻ ആയിക്കൊണ്ട് സ്കിപ്പ് ഏയ് എന്താ? വാലിക്കും അസ്സലാം എന്താ ബ്ലറ് ഇങ്ങനെ പോയാൽ നമ്മളെ സൈറ്റിൽ തോൽവി ആകാൻ സാധ്യത ഉണ്ട് കേട്ടോ കാര്യം പറയാം ഈ ബ്ലാക്ക് സ്ക്രീനുമായിട്ട് കുറേ എണ്ണം ഇന്ത്യയിൽ നമ്പർ 1 ആവൂല നമ്മുടെ സൈറ്റ് ഇങ്ങനെ പോയാൽ. സ്ട്രീറ്റാ. ഇതെന്താണിത്? ഇങ്ങനെ പോയാൽ ഇത് എനിക്കൊന്നും നമ്മളായിക്കൊണ്ട് ഞാൻ ഈ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഇതാക്കാൻ പോയി ഞാൻ ഡെവലപ്പറിനെ വിളിച്ച് മൊത്തം ഒന്ന് സെറ്റാക്കി പിക്കട്ടെ ഇതിൽ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് മറ്റേ പ്രീമിയം ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ പെമ്പിള്ളെല്ലാം വരാൻ തുടങ്ങിയ ആൾക്കാർ വന്നോളൂ എടാ ഞാൻ പോവാ ഞാൻ മങ്കിയിലേക്ക് പോവാ അതാ നല്ല